മഞ്ഞുമാസപ്പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ? മൗനം പൂക്കും നെഞ്ചിൻ മൂളം തണ്ടിൽ പാട്ടുണ്ടോ? എന്തിനീ ചുണ്ടിലെ ചെമ്പനീർ മലർ ചെണ്ടുകൾ വാടുന്നു? ഇന്നു നീ മാമര ഛായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു. മഞ്ഞുമാസപ്പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ? മൗനം പൂക്കും നെഞ്ചിൻ മൂളം തണ്ടിൽ പാട്ടുണ്ടോ? വിളിക്കുമ്പോ മാനത്തെ മാറിവിൽ കൂടാരം മഞ്ഞിലൊരുങ്ങുമ്പോ കാണാച്ചിപ്പിൽ മിന്നും മുത്തായി പീലിക്കൊമ്പിൽ പൂവൽ ചിന്തായി പൂക്കാത്തതെന്തേ നീ? മഞ്ഞുമാസപ്പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ? മൗനം പൂക്കും നെഞ്ചിൻ മൂളം തണ്ടിൽ പാട്ടുണ്ടോ? ോടുമ്പോ വാസന തെന്നലായി വാസന്തം വാതിലിൽ മുട്ടുമ്പോൾ ആരോ മൂളും ഈണം പോലെ എന്നോ കാണും സ്വപ്നം പോലെ തേടുവതാരേ നീ? മഞ്ഞുമാസപ്പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ? മൗനം പൂക്കും നെഞ്ചിൻ മൂളം തണ്ടിൽ പാട്ടുണ്ടോ? ഇന്നു നീ ചുണ്ടിലെ ചെമ്പനീർ മലർ ചെണ്ടുകൾ വാടുന്നു. ഇന്നു നീ മാമര ഛായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു. മഞ്ഞുമാസപ്പക്ഷി. കീർത്തി എന്താ ചേച്ചി? ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓക്കെ അല്ലേ? ചോദിക്കാം നമുക്ക്. ശരത് സാർ. കീർത്തി. എന്തു സാർ? ഉഗ്രം പാട്ട് കീർത്തി. താങ്ക് യു സാർ. വണ്ടർഫുൾ സോങ്. നല്ല സുഖമുള്ള നല്ല ഒരു കോമ്പസിഷൻ. അത് ഈസി അല്ല ഇത് പാട്ട് പാടി കൊണ്ടുപോകാൻ. ഇതിനകത്ത് ഈ റൊമാൻറ്റിക് ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ മണിത്തൂവൽ കൂടുണ്ടോ എന്നുള്ള അതിനൊരു സുഖം വേണ്ടേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ചോദ്യം. സുഖം വേണം. എന്നാ പാടി കാണിക്കൂ. മഞ്ഞുമാസപ്പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ? നൈസ് കൊള്ളാം. ഇപ്പൊ അതിനൊരു സുഖമുണ്ട് കേട്ടോ. ഓക്കെ സാർ. അതുപോലെ നെഞ്ചിൽ മൗനം അതൊന്ന് പാടാമോ? അടുത്ത ലൈൻ പേടിക്കണ്ട, തൊട്ടടുത്ത ലൈൻ തന്നെ. മൗനം പൂക്കും നെഞ്ചിൻ അത് അതിലൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് പാടുമ്പോ. എന്താണത്? വൈ?
നെഞ്ചിൻ നൈസ് നൈസ് നൈസ്. അതുപോലെ എന്തിനേയും വല്ലാണ്ട് സ്ട്രെയിൻ തോന്നി. എന്താണ് എന്തിനീ ചുണ്ടിലെ എന്തിനീ ചുണ്ടിലെ ഇപ്പം കൊള്ളാം. പക്ഷെ പാടിയപ്പോ വല്ലാണ്ട് ഞെക്കിപ്പിഴിഞ്ഞ്. അപ്പൊ അതൊക്കെ ഒരു സുഖമുള്ള ഏരിയ ആണ്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല പാട്ടുകാരിയാണ് കേട്ടോ. ഈ ഒരു സ്ട്രെയിൻ അല്ലാതെ നല്ല പാട്ട് നന്നായിട്ട് തന്നെ പാടി കീർത്തി കേട്ടോ. അതിൽ ഒരു ഡൗട്ടും ഇല്ല. നന്നായിട്ട് തന്നെ പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി കീർത്തി ചക്കരെ, എനിക്ക് തോന്നിയത് മോളെ പാട്ടിനകത്ത് മോൾ കുറേ പ്രാക്ടീസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. അത്ര സ്ട്രെയിൻ വന്നിട്ടുണ്ട് ശബ്ദത്തില്. ആയിരുന്നോ? ഇല്ല, ഇന്ന് പാടിയിട്ടേ ഇല്ല. ഇന്നല്ല, അല്ലാതെ കുറെ പാടിയോ, പ്രാക്ടീസ് ചെയ്തോ? കാരണം വളരെ അധികം സ്ട്രഗിൾ ചെയ്യുന്ന മാതിരി തോന്നി. തുടക്കം കുഴപ്പമൊന്നുമില്ല, നന്നായി പാടുന്നുണ്ട്. മോളുടെ പറ്റിയൊരു പാട്ടായിരുന്നു. എനിക്ക് ആ പല സ്ഥലത്തും മോള് സ്ട്രഗിൾ ചെയ്ത് ആ ശബ്ദത്തിൽ അത് ഫീൽ ചെയ്യാം. എന്നിങ്ങനെ ആ ഒരു നമ്മള് കുറച്ച് പാടി 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 ഒരു ശബ്ദം ടയർഡാവില്ലേ, അതിങ്ങനെ ഫീൽ ചെയ്യായിരുന്നു. അവിടെ ഇവിടെയൊക്കെ കുറേ പാടി സ്ട്രെയിൻ ചെയ്ത മാതിരിയുള്ളൊരു, അല്ലെങ്കിൽ വർത്താനം പറഞ്ഞു, എന്തോ ഒരു സ്ട്രെയിൻ എവിടെയോ ഒളിഞ്ഞ് ഇരിപ്പുണ്ട്. ഞാൻ നോട്ട് ചെയ്തൊക്കെ സാർ പറഞ്ഞു. എനിക്ക് അതാണ് അവിടെ ഇവിടെയൊക്കെ മോളുടെ ആ സ്ട്രെയിന് കാരണം വന്ന കുറേ പ്രോബ്ലംസ്. ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. ഒന്നാമത് ഇത് ക്രൊമാറ്റിക് ആയതുകൊണ്ടുള്ള ആ നോട്ട്സ് വരുമ്പോൾ നമ്മളൊക്കെ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ക്രൊമാറ്റിക് നോട്ട്സ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ കുറച്ചുകൂടി സുഖിപ്പിക്കാമായിരുന്നു മോൾക്ക് പാടുമ്പോൾ. പക്ഷെ ആ വോയിസിൻ്റെ ഒരു സ്ട്രെയിനാണ് എനിക്ക് അവിടെയൊക്കെ തോന്നിയത്. മോള് പാടുന്നുണ്ട്, ആസ്വദിച്ച് പാടാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ആ വോയിസിൽ ആ ഒരു സ്ട്രെയിന് ഫീൽ ചെയ്യാം. അതൊന്നെങ്കിൽ വോയിസ് റെസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരുപാട് എന്താണ് പാടി 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 കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വോയിസ് ഒരു പരിവാവും. ശബ്ദം ഒന്ന് സൂക്ഷിക്കുക. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെയാവും. അപ്പം നമ്മൾ തന്നെ എന്താന്ന് വെച്ചാൽ അതിന് വേണ്ടുന്നത് ചെയ്യണം. എനിവേ, നൈസ് മോളെ. നല്ലൊരു സെലക്ഷൻ തന്നെയായിരുന്നു. കാണാനും അതിസുന്ദരിയായിട്ടുണ്ട്. ഇത് മാത്രമാണ് എനിക്ക് ആ സ്ട്രെയിൻ ഒന്ന് ഒഴിവാക്കാമായിരുന്നു. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത പോലെ തോന്നി. അല്ലെങ്കിൽ വാചകം ഏതോ എന്തായാലും ചിരിച്ചു നിന്ന് പാടി സുന്ദരിയായിട്ട്. പിന്നെ ബാക്ക് ഡ്രോപ്പ് ഞാൻ ശരത് സാറിനോട് പറയുന്നു, സാർ ആ എന്തൊരു ഭംഗിയായിരുന്നറിയോ ആ ബാക്ക് ഡ്രോപ്പ് കാണാൻ. ഫാന്റാസ്റ്റിക് ഗ്രാഫിക്സ്. അമൃത. താങ്ക് യു ചേച്ചി. ഷാനിക. കീർത്തി എന്ത് നന്നായിട്ട് പാടി. താങ്ക് യു. കീർത്തി ഇന്ന് കീർത്തിയുടെ ആ ഒരു സെൽഫ് ആയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. സാധാരണ അല്ലെങ്കിൽ കീർത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ അസലായിട്ട് പാടിയിട്ട് പോകുന്ന ഒരാൾ ഇന്ന് എന്തോ ഒരു ഫോക്കസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കീർത്തി? എല്ലാവർക്കും എന്തൊക്കെയോ പറ്റുന്നു. കാലാവസ്ഥയാണോ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഫീൽ ചെയ്തു കീർത്തി. പ്രോബബ്ലി സോങ് സെലക്ഷൻ അല്ലെങ്കിൽ റൗണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ബട്ട് എന്ത് കിട്ടിയാലും കീർത്തി ഉഗ്രനായിട്ട് പാടുന്നതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്താ ഡ്രാക്കുള, പിന്നെ ടോപ്പ് സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു. അപ്പം പണി അറിയാം, നല്ലോണം അറിയാം. പക്ഷെ എന്തോ ഒരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഒരു ഫോക്കസ് പോയതുപോലെ എനിക്ക് തോന്നി ഈ ഒരു പാട്ടിൽ. അതിനൊന്നും ഇനി ഇവിടെ സ്ഥാനമില്ല കീർത്തി കേട്ടോ. കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബ്രിങ് ഇറ്റ് ബാക്ക് കേട്ടോ. That's it. All the best. കീർത്തി, എന്താ സാർ? ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. നോക്കുന്നുണ്ട്. ടെൻഷൻ ഉണ്ടല്ലേ? നല്ല ടെൻഷൻ. സാറ് തുടക്കം തൊട്ട് ടെൻഷൻ. മനസ്സ് വായിക്കുകയാണ്. അതാ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു കൈ കൊണ്ട് പാടിക്കൊണ്ടിരുന്ന മൈക്ക് അവസാനമായപ്പോ 2 കൈയായി. പറ്റിയിരുന്ന 2 കാലും കൂടെ ഇട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം നോക്കി. അത് നടക്കാത്തത് കൊണ്ട് അത് വിട്ടു. സെൽഫ് കോൺഫിഡൻസ് വേണം. അതായത് ആരെയും അനുകരിക്കാതെ സുഖമായിട്ട് നല്ലൊരു ശബ്ദം ദൈവം തന്നിട്ടുണ്ട് കീർത്തിക്ക്. അതില് വളരെ ഈസി ആയിട്ട്, കാരണം ഞങ്ങളെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ, ഞങ്ങൾ എന്ത് പറയുമെന്നും അറിയും. ആ പറയുന്നിടത്തേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയില്ലേ? വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ മഞ്ഞുമാസ പക്ഷി അതിന്റെ ഫീലോടുകൂടി മനസ്സിൽ ആരെയാണ് സ്നേഹം എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട്, അത് അങ്ങനെയൊക്കെ വേണം. കണ്ടോ ആ മുഖം മാറിയത് കണ്ടോ? കീർത്തി ഇപ്പൊ ഭയങ്കര സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അനൂപിന്റെ ആ വിലയേറിയ 2 കോടുകളും കൂടെ വരുമ്പോ ഇപ്പൊ നോക്കിക്കോ, കണ്ടോ കൊറ. വളരെ ഈസി ആയിട്ട്, വളരെ ഈസി. പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ, മൗനം പൂക്കും നെഞ്ചിൻ
മൂളം തണ്ടിൽ പാട്ടുണ്ടോ എന്തിനീ ചുണ്ടിലെ ചെമ്പനീർ മലർച്ചെണ്ടുകൾ വാടുന്നു ഫീൽ ഇന്നു നീ മാമരച്ചായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു മഞ്ഞുമാസപ്പക്ഷി മണിത്തോവൽ കൂടുണ്ടോ. മതി. ഇങ്ങനെ വളരെ ഫീലോടുകൂടി അടുത്ത പാട്ട് പാടാൻ വരുമ്പോഴത്തേക്ക് ടെൻഷനൊന്നുമില്ല. ഇന്ന് ശബ്ദത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു കരകരപ്പുള്ള പോലെ തോന്നുന്നു എനിക്ക്. ഉണ്ടോ? ഉണ്ടായിരുന്നു സർ. ഉണ്ടായിരുന്നു. സ്ട്രെയിൻ ഒക്കെ വളരെ റിലാക്സ്ഡ് ആവോ ഇനി പാടുമ്പോഴത്തേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞു. Yes, sir. സോ ബി സീരിയസ്. വേറൊന്നുമല്ല, ഇത് എത്ര ആയിരം, എത്ര ലക്ഷം, എത്ര കോടി ആൾക്കാർ കാണുന്നതാണ്. അതെ. നമുക്ക് വൺസ് പാടിക്കഴിഞ്ഞാൽ ഇത് റെക്കോർഡായി. പിന്നെ അമൃതയുടെ ആർച്ചീവ്സിൽ ഇത് കാണും. നിങ്ങൾ കല്യാണം കഴിച്ച് കൊച്ചുങ്ങളായി, കൊച്ചുങ്ങളുടെ കൊച്ചുങ്ങളാകുമ്പോ ദേ അമ്മമ്മ നിന്ന് പാടുന്ന നോക്കെന്ന് പറഞ്ഞ് അമൃത എടുത്തിടും. അതായത് കാലങ്ങൾ കഴിയും തോറും ഇവിടെ ഈ സാധനം ഇവിടെ ഡിജിറ്റലി കിടക്കും. അതെ. അപ്പൊ സൂക്ഷിച്ചോ. ഓക്കെ. Okay. ഇതൊരു തെളിവാണ്. അതെ. എന്നേക്കുമായിട്ട് മാഞ്ഞു പോവാത്ത നമുക്ക് ഒരു സ്ഥലത്ത് തെറ്റിക്കഴിഞ്ഞാൽ അതൊരു തെളിവായിട്ട് കിടക്കും എന്നും. അതെ. എന്ന് പറഞ്ഞ് പേടിക്കരുത്. ഇല്ല സർ. നമ്മൾ വാശിയോട് കൂടി പാടണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ചേച്ചി. കീർത്തി എന്ത് ചേച്ചി? കീർത്തി ഈ പെർഫോമൻസിന് 8.8. താങ്ക് യു. ഷാനിക. 8.8. താങ്ക് യു. എം ജി സർ. എന്റെ മനസ്സിൽ 8.7 ആയിരുന്നു. ആ. ഇനി കീർത്തിയല്ലേ, ആ. 8.8. ശരത് സർ. ഓക്കെ, സോ ടോട്ടൽ 26.4. താങ്ക് യു ചേച്ചി. ഓക്കെ. സോമ